ആദിയുടെ പെരുന്നാൾ. കളിയും കുളിയും കഴിഞ്ഞ് നോമ്പിന്റെ തളർച്ചയോടെ അസർ നമസ്കാരം കഴിഞ്ഞു മടങ്ങുമ്പോൾ കൂട്ടുകാരൻ ആദിയോടായി പറഞ്ഞു, ആദി, എനിക്ക് പെരുന്നാൾ കുപ്പായും പാന്റും ഒക്കെ എടുത്തു, നിനക്കോ? ഇല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാന്ന ഉമ്മ പറഞ്ഞിരിക്കണേ. ചെക്കാണ് കേട്ടോ മോഡല്, അത് എടുത്തോണ്ടേ. വീട്ടിലെത്തി ആദി ഉമ്മയോടായി, ഉമ്മേ, പെരുന്നാളിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, എന്നാ ഉമ്മ പാന്റും കുപ്പായും എടുക്കാൻ പോകുന്നേ? പോവാടാ, ഉമ്മച്ചിക്ക് പൈസ കിട്ടട്ടെ, എന്നിട്ട് പോവട്ടോ. ഭർത്താവ് മരിച്ചതിൽ പിന്നെയുള്ള ആദ്യത്തെ പെരുന്നാളാ വരുന്നത്. ഉപ്പയില്ലാത്തതിന്റെ കുറവ് മക്കൾ അറിയുമോ എന്ന വ്യഥയിൽ നേറിപ്പുകയുന്ന ഉമ്മയുടെ മനസ്സിലേക്ക് കഴിഞ്ഞ ആ പെരുന്നാളിന്റെ തലേ ദിവസം വിരുന്നെത്തി. ഒരു കൈയിൽ പുതുവസ്ത്രവും മറുകൈയിൽ പെരുന്നാൾ സാധനങ്ങളുമായി തന്റെ ഭർത്താവും മോനും നടന്നടങ്ങുമ്പോൾ മുമ്പേ ഓടി വന്ന് വിശേഷങ്ങൾ പങ്കുവച്ച് തനിക്കായി എടുത്ത വസ്ത്രം കാണിച്ചു കൊടുത്ത് ഇഷ്ടമായോ ഉമ്മച്ചി എന്ന് ചോദിക്കുന്ന മോന്റെയും തന്നെ സഹായിക്കാനായി അടുക്കളയിൽ വന്നിരുന്ന എല്ലാവരും കൂടി സന്തോഷത്തോടെ കഴിച്ചു കൂട്ടിയ ആ സുദിനവും ഓർത്തെടുത്തപ്പോൾ ഒരു കോരിച്ചൊരിയുന്ന മഴയുള്ള രാത്രിയിൽ ജോലി കഴിഞ്ഞുള്ള വരവിൽ ആക്സിഡന്റിൽ തന്നെയും മക്കളെയും തനിച്ചാക്കി പള്ളിക്കാട്ടിലേക്ക് യാത്ര പോയ ഭർത്താവിന്റെ മുഖമാണ് വന്നത്. ആ കുറവ് നികത്താനാവാത്തതിലുള്ള സങ്കടം കൊണ്ട് കണ്ണുതടം നിറഞ്ഞതും കണ്ട്, ഉമ്മച്ചി, നിങ്ങൾ എന്തിനാ കരയുന്നേ? കണ്ണു തുടച്ചുകൊണ്ട്, ഒന്നുമില്ല മോനെ, ഞാൻ പാന്റും കുപ്പായും എടുക്കാൻ പറഞ്ഞതിനാണോ? പൈസ ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടുമ്മ, മോളൂസിന് എടുത്താ മതി. ഞാൻ കൈപ്പല കീറാത്ത ആ യൂണിഫോം ഇല്ലേ, അതിട്ടുകൊണ്ട് പള്ളി പോയിക്കൊണ്ട്. അത് കേട്ടപ്പോ സങ്കടത്തോടെ ആദിയെ ചേർത്ത് പിടിച്ച്, മോൻക്ക് ഉമ്മച്ചി അടുത്ത് പെരുന്നാക്ക് എടുത്തു തരട്ടോ, ഇപ്പോ ഉമ്മാന്റെ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടാട്ടോ എന്ന് പറഞ്ഞപ്പോ, ഉമ്മച്ചി ഇതാ. ആര് തന്നതാ? പള്ളിയിൽ നിന്നും മടങ്ങുമ്പോ ഇജി നാസറിന്റെ മോനല്ലേ എന്ന് ചോദിച്ചൊരു ഇക്കാക്ക് തന്നതാ. മോളൂസിന് ഉടുപ്പ് വാങ്ങുന്നതിലേക്ക് എടുത്തോളി. പിന്നെ ഉമ്മേ, ഉപ്പല്ലാത്തോണ്ട് ഞമ്മക്ക് ബിരിയാണി വെക്കണ്ടല്ലോ. ഈ ചെറുപ്രായത്തിൽ മോന്റെ എല്ലാം മനസ്സിലാക്കിയുള്ള സംസാരം കേട്ടപ്പോ ആ ഉമ്മാക്ക് സങ്കടം ഉള്ളിലൊതുക്കാനായില്ല. അങ്ങനെ പെരുന്നാൾ അമ്പിളി കണ്ടു. പള്ളി മിനാരത്തിൽ നിന്ന് തക്ബീർ ധ്വനികൾ മുഴങ്ങി തുടങ്ങി. മോളൂസിനെയും കൊണ്ട് പെരുന്നാൾ സാധനം വാങ്ങി വരുന്നത് നോക്കിയിരിക്കുകയാണ് ആദി. അങ്ങ് ദൂരെ നിന്ന് തന്നെ തന്റെ അനുജത്തി ഉമ്മയുടെ കൈയും പിടിച്ച് തുള്ളിച്ചാടി വരുന്നത് ഷവ്വാൽ നിലാവിൽ അവൻ കണ്ടു. സന്തോഷത്തോടെ അവരുടെ അടുത്തേക്ക് ഓടി തിരിച്ചു വീട്ടിലെത്തി. പെരുന്നാളിന്റെ മൊഞ്ചും മണവും പരക്കുന്ന കവറെല്ലാം തുറന്നു നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടക്ക് രണ്ടുപേരും ഉറക്കിലേക്ക് വീണു. ആദി, എണീക്ക്, എല്ലാരും പള്ളി പോയി തുടങ്ങി. പെട്ടെന്ന് എണീറ്റ് കുളിയും കഴിഞ്ഞ് ചുളിവ് നീരാത്ത ആ യൂണിഫോമിന്റെ കുപ്പാഴമിട്ട് പള്ളി പോവാൻ നേരങ്ങുന്ന മോനോട്, ആദി, ഉപ്പാന്റെ കബറിൽ പോയി വിശേഷങ്ങൾ പറഞ്ഞ് ദുആ ചെയ്തിട്ടേ വരാവൂ, മറക്കരുതേ. ഇല്ലുമ്മ, ഞാൻ മറക്കൂല. ആദി, ഇച്ച എവിടെ പോയി നിക്കണത്? അജു നിജു അതാ പോകുന്നേ, അവരൊപ്പം പോയിക്കോ. വേണ്ടമ്മച്ചി, ഈ കുപ്പായിട്ട് അവരോടൊപ്പം പോയാൽ അവരെന്നെ കളിയാക്കല്ലോ, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. എന്റെ റബ്ബേ, എന്റെ മോന്റെ വിധി ഇതാണല്ലോ. ഇനി എന്നാ എന്റെ മോന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനാവുക? എല്ലാം ഉള്ളിലൊതുക്കി പള്ളിയിലേക്ക് നടന്നു നീങ്ങുന്ന തന്റെ മകനെയും നോക്കി ജനൽ കമ്പിയിൽ പിടിച്ചു ഹൃദയം പൊട്ടി തേങ്ങിക്കൊണ്ടിരുന്നു ആ പാവം ഉമ്മ. എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് മടങ്ങിപ്പോയിട്ടുണ്ട്. അവസാനമായി ഖബർസ്ഥാനിലരികിലൂടെ നടന്നു പോകുന്ന ഉസ്താദിന്റെ കാതിൽ ഒരു തേങ്ങൽ കേട്ടു. ചുറ്റും നോക്കി പള്ളിത്തൊടിയിൽ നിന്നാണ് മൈലാഞ്ചി ചെടികളിൽ പൂത്തു നിൽക്കുന്ന മീസാൻ കല്ലിനടുത്ത് കൈകൾ മേലോട്ടുയർത്തി ചെറിയ ഒരു കുട്ടി. ഉപ്പച്ചിയെ, ഉമ്മാന്റെ കൈക്ക് സുഖമില്ലാത്തോണ്ട് അടിക്കാൻ കൊണ്ടുവരുന്ന കുപ്പായങ്ങളെല്ലാം തിരിച്ചയക്കായിരുന്നു. അപ്പൊ പുതിയ കുപ്പായും പാന്റും ഒന്നും വാങ്ങിത്തരാനുള്ള പൈസ ഉമ്മച്ചിന്റെ കയ്യിലില്ലാതെ പോയി. മോളൂസിന് ഉടുപ്പെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പച്ചി എടുത്തു തന്ന യൂണിഫോമാണ് ഇട്ടത്. ഇതന്നെയാണ് എന്റെ പുതിയതും. ഇതിട്ട് ഞാൻ അങ്ങോട്ടും പോകൂലട്ടപ്പാ. പോയാ എന്നെ എല്ലാരും കളിയാക്കിയും എനിക്ക് സങ്കടാവും അപ്പച്ചിയെ. അടുത്ത പെരുന്നാക്ക് ഉമ്മച്ചി എടുത്തു തരും, എന്നിട്ട് പോവാട്ടോ. പിന്നെ ഉപ്പല്ലാത്തോണ്ട് ഒന്നിനും ഒരു രസമല്ല, അതുകൊണ്ട് ബിരിയാണി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാനാ പറഞ്ഞത് ഉണ്ടാക്കണ്ടെന്ന്. ഉപ്പച്ചി, ഞാൻ പോവാട്ടോ. ഉമ്മച്ചിയും മോളൂസും ഞാൻ വരുന്നവങ്ങ് നോക്കി നിൽക്കുന്നുണ്ടാവും. സങ്കടത്തോടെ ഇതെല്ലാം കേട്ട് അകലെ മാറി നിൽക്കുന്ന ഉസ്താദ്
ഈ മോനെ ഒന്ന് സന്തോഷിപ്പിക്കണമെന്ന മനസ്സോടെ ഉപ്പയോട് സലാം പറഞ്ഞു മടങ്ങി വരുന്ന ആദിയെ ചേർത്ത് പിടിച്ച്, മോനെ മോൻ എന്റെ കൂടെ വാ, നമുക്ക് ബിരിയാണി കഴിച്ചു വരാം. വേണ്ട ഉസ്താ, എന്റെ ഉമ്മ എന്നെ നോക്കിയിരിപ്പുണ്ടാവും. ഞാൻ വരാൻ വൈകിയ ഉമ്മ ബേജാറാവും. എന്നാ ഒരു കവറിലാക്കി തരാം, മോൻ വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചോളൂ. കയ്യിൽ ഒരു പൊതിയുമായി നിസ്കാരം കഴിഞ്ഞെത്തിയ മോനോട്, എന്താ മോനെ ഇത്? ബിരിയാണി അമ്മ, പള്ളിയിൽ ഉസ്താദ് തന്നാ. ഞാൻ വേണ്ടെന്ന് കുറെ പറഞ്ഞതാ. അജുവിന്റെ വീട്ടിൽ നിന്ന് ബിരിയാണിയുടെ മണം വരുമ്പോ മോളൂസ് എങ്ങാനും കൊതി പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് പിന്നെ വാങ്ങിയതാ. അല്ലാതെ എനിക്ക് ബിരിയാണി കഴിക്കാനുള്ള കൊതി കൊണ്ടൊന്നല്ലോ ഉമ്മച്ചി. യാ അല്ലാ, എല്ലാം അറിഞ്ഞ് ഒന്നിനും വാശി പിടിക്കാത്ത മക്കളെ എന്നെ ഏൽപ്പിച്ചിട്ടാണല്ലോ എന്റെ പ്രിയതമൻ പോയത്. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, കണ്ണിൽ അനാഥത്വത്തിന്റെ നനവുമായി സ്കൂൾ യൂണിഫോം ധരിച്ച് പള്ളിയിലേക്ക് പോകേണ്ടി വരുന്ന മക്കളുണ്ട്. ആരെങ്കിലും കൊടുക്കുന്ന പഴയ വസ്ത്രങ്ങൾ വെട്ടിച്ചുരുക്കി പുതുവസ്ത്രമായിട്ട് പെരുന്നാൾ ആഘോഷിക്കുന്ന മൊഞ്ചത്തികളുണ്ട്. ഓർക്കുക, അറിയുക, ചേർത്തു പിടിക്കുക. സ്നേഹപൂർവ്വം, ഫൈറൂസ് വടശ്ശേരി. ഫൈറൂസ് വടശ്ശേരി എഴുതിയ കഥയുടെ ശബ്ദാനുകരണം മജീദ് കുളിമാണ്.